വീടിനു വേണ്ടി, വീട്ടിലുള്ളവർക്ക് വേണ്ടി രാവും പകലും കഷ്ടപ്പെട്ട് വീടിനെ കാത്തു സൂക്ഷിക്കുന്നവർ വീട്ടിൽ തന്നെ പുറത്തു പോകേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇതിനേക്കാളും വലിയ അന്യായം വേറെ ഒന്നുമില്ല മോളെ. ഇനിയെങ്കിലും ഞാൻ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാ ചെയ്യാൻ പറ്റുക? നീ ഇത്രയും ദിവസം ഇവിടെ അനുഭവിച്ചത് മതി. വീട്ടിലേക്ക് വാ മോളെ. ഞാൻ അവിടെ എല്ലാവരുടെയും മുമ്പിൽ തെറ്റെൻ്റെതാണെന്ന് തുറന്നു പറഞ്ഞോളാം. ശിക്ഷ കിട്ടുന്നുണ്ടെങ്കിൽ അതെനിക്കാണ് കിട്ടേണ്ടത്. നീ എന്റെ കൂടെ ഇപ്പൊ വീട്ടിലേക്ക് വാ. ഞാൻ എല്ലാവരോടും സത്യം പറഞ്ഞോളാം. അങ്ങനെ പറയരുത് അച്ഛാ. ഇവിടെ തെറ്റ് സംഭവിച്ചത് സാഹചര്യം കൊണ്ട് മാത്രം, വേറെ ഒന്നും കൊണ്ടല്ല. എനിക്ക് അച്ഛൻ അമ്മായി അച്ഛനാണെങ്കിലും ഞാൻ എന്റെ സ്വന്തം അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് തന്നെയാ എപ്പോഴും കാണുന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ ചുമതല നന്നായി തന്നെ ചെയ്തു. ഇല്ല മോളെ, അതങ്ങനെയല്ല. അതെങ്ങനെ വേണമെങ്കിലും ആയിരിക്കട്ടെ അച്ഛാ. അച്ഛനാ കാര്യം എല്ലാവരോടും പറയാൻ പറ്റുന്ന ഒന്നായിരുന്നു എങ്കിൽ അച്ഛൻ എല്ലാവരോടും അന്ന് തന്നെ അത് പറയുമായിരുന്നല്ലോ. അച്ഛൻ ഇങ്ങനെയൊരു കാര്യം എല്ലാവരുടെ അടുത്ത് നിന്നും മറച്ചു വെക്കുന്നു എങ്കിൽ അതിനർത്ഥം അത് അത്രയും വലിയൊരു കാര്യമാണെന്നല്ലേ. ഇത്രയും ദിവസം ആ രഹസ്യം എങ്ങനെയായിരുന്നോ അത് അതുപോലെ തന്നെ ഇരിക്കട്ടെ അച്ഛാ. അച്ഛനത് ആരോടും പറയാൻ നിൽക്കണ്ട. നിനക്കുള്ള അത്രയും അറിവ് എനിക്കില്ല മോളെ. എന്റെ കർമ്മഫലം നീ അനുഭവിക്കുന്നത് പോലെയായി. ഇല്ല, ഞാൻ ഈ കാര്യം ആരോടും പറഞ്ഞിട്ടില്ല. ഒന്നും സംഭവിക്കാത്തതുപോലെ നീയും വിക്കിയും വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നത് എനിക്ക് കാണണം മോളെ. വാ മോളെ, വീട്ടിലേക്ക് പോ. ക്ഷമിക്കണോ അച്ഛാ, ഞങ്ങളുടെ ഇടയിലുള്ള പ്രശ്നത്തിന് അച്ഛൻ കാരണമായെന്ന് ഞാൻ വിശ്വസിക്കുന്നേയില്ല. ശരിക്കും ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവാനുള്ള കാരണം ഞങ്ങളുടെ ഇടയിലുള്ള വിശ്വാസക്കുറവ് കൊണ്ടാണ്. ശരിക്കും ഞങ്ങളുടെ ഇടയിൽ നല്ല വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ, ഒരാള് മറ്റൊരാളെ നന്നായിട്ട് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾ നന്നായിട്ട് തന്നെ ജീവിക്കുമായിരുന്നല്ലോ. വിക്കി പറഞ്ഞതുപോലെ ഞാൻ പെരുമാറുന്നുള്ള വിക്കിയുടെ വിശ്വാസം വീണ്ടും ഞാൻ തെറ്റിച്ചതുപോലെയാവും. എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് തന്നെ വിക്കിയാണ്. വീണ്ടും തിരിച്ചെന്നെ ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാൻ ആർക്കെങ്കിലും അധികാരം ഉണ്ടെങ്കിൽ അത് വിക്കിക്ക് മാത്രം അച്ഛാ. വിക്കി വിളിക്കാതെ ഞാൻ വീട്ടിലേക്ക് മടങ്ങി വരില്ല. ഇതെന്റെ വാശിയൊന്നുമല്ല. ഞാൻ വിക്കിയുടെ മേലെ വെച്ചിരിക്കുന്ന എന്റെ സ്നേഹവും വിശ്വാസവുമാണ്. അപ്പൊ നീ ഇനി ഇവിടെ തന്നെ നിൽക്കാനാണോ ഉദ്ദേശം? അതിനി ഒരുപാട് ദിവസം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അച്ഛാ. എന്താന്ന് വെച്ചാ ഞങ്ങളുടെ സ്നേഹം കള്ളമല്ല. ഉറപ്പായിട്ടും ഞങ്ങളുടെ സ്നേഹം കള്ളമാവുകയില്ല. എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ഇവളുടെ ഒരു റാണിയും വല്ല മ്യൂസിയത്തിലും കൊണ്ടുപോയി വെച്ചാൽ നല്ലതാ. നമ്മൾ തമ്മിൽ ഫസ്റ്റ് മീറ്റ് ചെയ്ത ദിവസമില്ലേ, അതേപോലെ തന്നെയാ ഇപ്പോഴും ഉള്ളത്. സെയിം ടു സെയിം, നെവർ എൻഡിങ് പ്രോബ്ലംസ്. സോറി, ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്യിപ്പിച്ചു. പക്ഷെ എന്റെ തെറ്റൊന്നും അല്ല. എന്താണെന്നറിയില്ല, ഇവള് പെട്ടെന്ന് സ്ട്രൈക്ക് എടുത്ത് സ്റ്റാർട്ട് ആവാതിരുന്നു. നിന്റെ റാണി അതിനെ എന്നാ സ്ട്രൈക്ക് ചെയ്യാതെ ഇരുന്നിട്ടുള്ളത്? അതൊരു പുതിയ കാര്യമല്ലല്ലോ. സോറി, എന്തോ മിസ്റ്റേക്ക് പറ്റിയതാ. എന്തോന്ന് സോറിയോ? വേണ്ട പൊന്നെ, വേണ്ട. വേണ്ടേ? എന്തേ? എന്റെ അമ്മുക്കുട്ടി എപ്പോഴും റൗഡി ആയിട്ടിരിക്കുന്ന നല്ലത്. ഞാൻ ഒരെണ്ണം പറയുമ്പോ നീ 100 കൗണ്ടർ അടിക്കണം. അപ്പോഴല്ലേ നമ്മുടെ ലൈഫ് സ്റ്റൈലായിട്ട് പോവുള്ളൂ. അതല്ലാതെ നീ സോറി ഒക്കെ പറയുമ്പോ എനിക്ക് എന്തോ പോലെ തോന്നുക. അല്ല, ഞാൻ കാരണം നീയും കൂടെ ലേറ്റ് ആയല്ലോന്ന് ഓർത്താ ഞാൻ സോറി പറഞ്ഞത്. നിന്റെ വായാടി എത്ര വലിയ തെറ്റ് ചെയ്താലും നീ ഒരിക്കലും അതിനെ ചോദ്യം ചെയ്യാൻ നിൽക്കാറേയില്ല. വാ, എന്നെ ഹെൽപ്പ് ചെയ്യ്. ഇപ്പൊ നീ സ്വല്പം ഫോമിലേക്ക് വന്നിട്ടുണ്ട്. നീ സോറി പറയാൻ മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഒരു കമ്പനി MD ആണോ വണ്ടി റിപ്പയർ ചെയ്യാൻ വേണ്ടി നീ വിളിക്കുന്നത്? ഈ ലോകം തന്നെ മാറിയാലും നീ പഠിച്ചു വെച്ച MBA ഫിലോസഫി മാത്രം ഒരിക്കലും മാറാൻ പോകുന്നില്ല. നിന്റെ ഫിലോസഫി ഒക്കെ വിട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുവാ. ഇതെന്തിനാ ചിരിക്കുന്നേ? ഇപ്പോഴാ നീ ശരിക്കും ഫുൾ ഫോമിലായത്. അതുകൊണ്ട് ഫുൾ ഫോം എന്ന് വെച്ചാ
നിന്റെ ഈ MBA ഫിലോസഫി ഒക്കെ ഉണ്ടല്ലോ, ആരതയുടെയും ഗൗതമിന്റെ വിഷയത്തിന്റെ അന്ന് നീ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ അത്? MBA പഠിച്ച ആളാണെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ലോജിക്ക് പോലും മനസ്സിലാവുന്നില്ലല്ലോ. എൻട്രൻസ് എക്സാമില് റീസണിംഗ് ഒരു സബ്ജക്റ്റാ. സില്ലി മാറ്റർ പോലും മനസ്സിലാകാത്ത നീ അതെങ്ങനെ പാസ്സായിന്ന് അറിയാത്തെ. ഓർമ്മ വല്ലതും വന്നോ? അതാണ് ഒറിജിനൽ റൗഡി ബേബി എന്ന് വെച്ചാ. ഞാൻ ഇഷ്ടപ്പെട്ടത് ആ പെൺകുട്ടിയായിരുന്നു. അയ്യോ എന്റെ ദൈവമേ, അന്ന് ഞാൻ പറഞ്ഞ ഡയലോഗ് നീ ഇപ്പോഴും ഓർത്തിരിക്കുവാണോ? നിന്നെ എന്റെ തലയിൽ കെട്ടിവെക്കണം ദൈവം തീരുമാനിച്ചതല്ലേ, അതുകൊണ്ടാ ഇപ്പോഴും അല്ല എനിക്ക് ഓർമ്മയിലുള്ളത്. ഈ ഡോക്ടർമാർ പറയാറില്ലേ പ്രേമത്തിന്റെ സൈഡ് എഫക്ട്സ് എന്ന്, അതുപോലെ നിന്റെ റാണിക്ക് എന്താ പറ്റിയെന്ന് നോക്കാം വാ. എങ്ങനെയുണ്ട്? ഇതെല്ലാം എങ്ങനെ സാധിക്കുന്നു? നിന്റെ റാണിക്ക് നിന്നെ ബോറടിച്ചു കാണും. ഇപ്പൊ ഇവക്ക് നിന്നെക്കാളും ഇഷ്ടം എന്നെ തന്നെയാന്നൊരു സംശയമില്ല. നിന്റെ ഭർത്താവാൻ പോകുന്ന എന്നോടുള്ള റെസ്പെക്റ്റാ ഇവക്ക്. നീ എന്തിനാ അങ്ങനെ നോക്കുന്നേ? നിന്റെ വായിന്ന് ഞാൻ പറയുന്ന പോലെയുള്ള ഡയലോഗ് കേട്ട് ഞാൻ ഷോക്കായി. എന്ത് ചെയ്യാൻ പറ്റും, സഹവാസ ദോഷമാ. എന്നാൽ ഈ റാണിക്ക് കുറച്ച് കൂടുന്നുണ്ട്. എങ്ങനെ ഇപ്പൊ കാല് മാറിയെന്ന് നോക്ക്. നിന്റെ റാണി ഇപ്പൊ ഈ വേദാന്ത് മേനോൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അനുസരിക്കും. ഫസ്റ്റ് കിക്ക് തന്നെ സ്റ്റാർട്ട് ആവും. നിനക്ക് കിടക്ക സ്ഥലം തരുന്നത് ഞാൻ, നിനക്ക് വയറ് നിറച്ച ആഹാരം തരുന്നത് ഞാൻ, എന്നിട്ട് നിനക്ക് സ്നേഹം വേദാന്തിനോടാണോ? നിനക്ക് റാണിന്ന് പേര് വെച്ചത് പോലും കുറച്ച് കൂടിപ്പോയി. ഇന്ന് മുതൽ നിന്നെ റാണിന്ന് പോലും വിളിക്കില്ല. ഓരോരുത്തരോട് നീ ഓരോ സ്വഭാവം കാണിക്കുന്നോ? മാറിയോ എന്തേ? അയ്യോ ഒന്ന് വായടച്ച് വെക്ക്. നിന്റെ വർത്താനം കേട്ട എന്റെ റാണി പിന്നെയും ഓഫായി പോകും. നീ ഇവിടെ നിൽക്കുമ്പോ ഓഫ് ആവില്ല, അവള് ഡ്രാമ കളിക്കും. ഞാൻ പിന്നെ വണ്ടി എടുത്ത് പോയതിനു ശേഷം ഇത് പിന്നെ ഓഫായി പോയ എന്ത് ചെയ്യും? നീ പോയി എന്റെ ആ കാറിലിരുന്നോ, ഞാനിതിന് വർക്ക്ഷോപ്പിൽ കാണിച്ചേ ഓഫീസിൽ എത്തിക്കാൻ പറയാം. ഞാനും നീ ഇപ്പൊ കാറിൽ പോവാം. ഇല്ല, ഒരു ചാൻസും ഇല്ല. അതെന്താ? ഞാനിപ്പോ എപ്പോഴും കാറിൽ മാത്രം ചുറ്റുന്നോണ്ടാ ഇവൾ എന്നോട് വഴക്കിട്ട് സ്റ്റാർട്ട് ആവാത്തത്. ഇനിയും കാറിൽ വന്നു കഴിഞ്ഞാൽ ഇവൾക്ക് ഇനി പിണക്കം കൂടി പനി പിടിച്ച് കോമ സ്റ്റേജിലായി പോവും. അപ്പൊ നീ എന്റെ കൂടെ വരുന്നില്ലെന്നാണോ? അതിന് വരില്ല എന്നാരാ പറഞ്ഞേ? നീ എന്റെ കൂടെ വാ, നമുക്ക് രണ്ടുപേർക്കും കൂടെ റാണിയിലങ്ങ് പോവാ. ഞാന് അതും ഇതില് ഓഫീസിലേക്ക്. അത് കൊള്ളാലോ, നീ പണ്ടത്തെ പോലെ ആയി തുടങ്ങിയോ? നീ ഒരിക്കലും ഇതിൽ കേറാത്ത പോലെ പെരുമാറില്ലേ? അതങ്ങനെയല്ല. പിന്നെ എന്താ, നീ വരില്ലേ? നീ വരുന്നുണ്ടോ ഇല്ലയോ ഒന്ന് പറ. ശരി, കേറിക്കോ വാ, ഇതില് പോവാ. ഇത് ഇങ്ങനെയാ വേണ്ടത്. പോട്ടെ പോട്ടെ. പോവാ. അങ്കിൾ എവിടെങ്കിലും പോണോ? ഹോട്ടലിൽ കൊണ്ടാക്കണോ? അങ്കിളല്ലടാ, ഞാൻ നിന്റെ അച്ഛനാടാ. നിങ്ങൾ എപ്പോ വന്നു? ഞാൻ പഠിക്കായിരുന്നു, കണ്ടില്ല. സോറി അച്ഛാ. തെറ്റൊന്നും ചെയ്യാത്ത നീ ക്ഷമ ചോദിക്കേണ്ട കാര്യം എന്താടാ? ആ വാക്ക് നീ പറയാൻ പാടില്ല മോനെ. എന്താണെന്ന് വെച്ചാ ക്ഷമ ചോദിക്കേണ്ടത് ഞാനാടാ. എന്തിനാച്ചാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഇതുപോലും സംസാരിക്കാനുള്ള യോഗ്യത എനിക്കില്ല മോനെ. നിന്റെ ഭാഗത്തു നിന്ന് നോക്കിയാ പേരിന് മാത്രമാണ് ഞാനൊരച്ഛൻ. ഒരച്ഛൻ ചെയ്യേണ്ടതായ ചുമതലകളോ ഉത്തരവാദിത്തങ്ങളോ ഒന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ലടാ. വിടച്ചാ, ഇപ്പൊ എന്തിനാ അതല്ല. ഇപ്പൊ മാത്രമല്ലടാ, ഓരോ ദിവസവും എൻ്റെ മനസ്സിലിട്ട് ഞാൻ ആലോചിച്ചുകൊണ്ടേയിരിക്കും. എനിക്കെല്ലാം ഉണ്ട്. പക്ഷേ കുറച്ചു കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെല്ലാം വല്ലാതെ വേദനിപ്പിക്കുന്നു. പ്രായച്ചിത്തം പോലും ചെയ്യാൻ പറ്റാത്ത പാവങ്ങളാ. ചിലപ്പോഴൊക്കെ ഒരുപാട് സങ്കടം തോന്നും. പഴയതൊക്കെ പോട്ടെ, നീ ഇവിടെ ഉണ്ടായിരുന്നെന്ന് അറിഞ്ഞിട്ട് പോലും എനിക്കിവിടെ വന്നൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. വേറെ പല ജോലികളിലും ബിസി ആയതുകൊണ്ടല്ല. ഇവിടെ വന്ന്
നിന്റെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ധൈര്യം വന്നില്ല. അച്ഛാ നിങ്ങൾ ആദ്യം അവിടെ ഇരിക്കും. ഇരുന്ന് സംസാരിക്കാനായിട്ടൊന്നുമില്ലടാ. എൻ്റെ അവസ്ഥയെക്കുറിച്ച് നിന്നേക്കാൾ നന്നായിട്ട് ആർക്കും അറിയില്ലെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ആ ധൈര്യത്തിൽ നിന്നോട് ഞാൻ ചോദിക്കട്ടെ? അയ്യോ ചോദിക്കച്ചാ. നീ പറ്റുമെങ്കിൽ എന്നോട് ക്ഷമിക്കുമോനെ. അച്ഛാ നിങ്ങളൊന്നും ചെയ്തിട്ടില്ല. ചുമ്മാതിങ്ങനെ ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട. സമയം ശരിയല്ലേ നിങ്ങൾക്കെന്നല്ല, ആർക്കും ആ സാഹചര്യത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ എനിക്കെല്ലാം തന്നിട്ടുണ്ട്. എന്റെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കരുത് അച്ഛാ. ഭാര്യയും കുടുംബവും ഒക്കെ ഉണ്ടാകണമെങ്കിൽ ഒരു യോഗം വേണം. അത് പ്രമീളമ്മ രാമായണം വായിക്കുമ്പോൾ എന്റെ ജീവിതവും ഇങ്ങനെ തന്നെയല്ലേന്ന് തോന്നി. എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ തെറ്റ് ചെയ്തില്ല, അതുകൊണ്ട് തന്നെ ഒരു ശിക്ഷയും അനുഭവിക്കേണ്ട കാര്യമില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു. നല്ല കാലം എന്തായാലും വരുവച്ച. കാരണം ഇന്നല്ലെങ്കിൽ നാളെ മാറ്റം ഉണ്ടായല്ലേ പറ്റി. അച്ഛാ ഈ ബൈക്കിൽ ലവ്വറേയും കൊണ്ട് പോകുന്ന ഒരു പ്രത്യേക സുഖമല്ലേ? കാറിലൊന്നും പോകുമ്പോ ഈ ഒരു സുഖം കിട്ടില്ലേ? എന്റെ കഴുതക്കുട്ടി ആദ്യമായിട്ടൊരു നല്ല കാര്യം ചെയ്തു. എന്തായാലും കൊള്ളാം. ഇത്രയും അടുത്ത് ചേർന്നിരുന്ന് കാറ്റിന്റെ തലോടലുമായിട്ട് വണ്ടിയിൽ പോകുന്ന ത്രില്ല് വേറെ തന്നെ. ഇത് കാറിൽ പോയാൽ കിട്ടുമായിരുന്നു. മണ്ടൻ, ശരിക്കും ഒരു പൊട്ടൻ തന്നെയാണ്. ബോസ്, നിങ്ങളുടെ രാശിഫലത്തിൽ ഇനി 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പെണ്ണിന് ഉമ്മ കൊടുത്തില്ലെങ്കിൽ പിന്നെല്ലാം തകിടം മറിയുമെന്നാ ഇതിലുള്ളത്. ഓഫീസിൽ എത്തുന്നതിന് മുൻപ് ഉമ്മ കൊടുക്കാന്നാണല്ലോ ഞാൻ വിചാരിച്ചത്. ഇവളാണെങ്കിൽ എന്റെ കൂടെ തന്നെയുണ്ട്. എങ്ങനെയെങ്കിലും ധൈര്യം കാണിച്ച് ഉമ്മ കൊടുക്കാന്ന് വെക്കുമ്പോ അത് പറ്റുന്നില്ലല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇങ്ങനെ ഒരു അവസരം ഇനി ഒരിക്കലും കിട്ടിയെന്നും വരില്ല. എങ്ങനെയെങ്കിലും ധൈര്യം സംഭരിച്ച് ഉമ്മ കൊടുത്തേ പറ്റൂ. പക്ഷെ ഇപ്പൊ എങ്ങനെ കൊടുക്കും? നിന്റെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? റോഡിന്റെ നടുക്ക് ഇങ്ങനെ കൊണ്ട് ബ്രേക്ക് പിടിക്കുന്നത് ശരിയാണോ? പുറകിൽ ഏതെങ്കിലും വണ്ടി സ്പീഡിൽ വന്നിരുന്നെങ്കിൽ രണ്ടുപേരും കൂടെ ഇപ്പൊ കൈലാസത്തിലെത്തുമായിരുന്നു. ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ടില്ല, കുട്ടികളും ഇല്ല. ഫസ്റ്റ് കിസ് പോലും നടന്നിട്ടില്ല, പിന്നെ അവളുടെ കല്യാണം കുട്ടികളും. നീ എന്ത് ആലോചിക്കുന്നേ? സോറി സോറി, പഴയ വേഗത്തിന് കൂടെയുള്ള അമൂല്യ എനിക്കിപ്പോ ഓർമ്മ വന്നു പോയി. അതുകൊണ്ട് നീ എന്റെ ബോയ് ഫ്രണ്ടാന്ന് ഓർക്കാതെയാ ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞത്. ഇതൊന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കില്ലായിരിക്കുമല്ലോ അല്ലേ? ഞാനിപ്പോ നിനക്കൊരു ഉമ്മ തരാൻ പോവാ. ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് മറന്ന് നീ എങ്ങനെ എന്നെ തല്ലുവോ?